അപ്പോൾ ഈ പ്രഗ്നൻസി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അസുഖങ്ങൾ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം 35 വയസ്സ് 40 വയസ്സായിട്ടുള്ള ഒരു ഇൻഫെർട്ടിലിറ്റി പേഷ്യൻറ്റിനെ കാണുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ കല്യാണം കഴിക്കാത്ത ആൾക്കാർ, ഇപ്പം നൺ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ കാരണങ്ങളുണ്ട് കല്യാണം, ഇവർക്കൊക്കെ ഭയങ്കര ഫൈബ്രോയിഡൊക്കെ ഇൻസിഡൻസ് കൂടുതല. ഫൈബ്രോയിഡ്, എൻഡോമെട്രിയോസ്, ഈ സാധനങ്ങളൊക്കെ കൂടുതല. അപ്പം നമ്മൾ ഈ നേച്ചറിന് അഗൻസ്റ്റ് ആയിട്ട് എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയൊക്കെ നമുക്ക് സട്ടിലായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഈവൻ ഞാൻ പറയില്ലേ, പണ്ടൊക്കെ ഈ 8ഉം 10ഉം കുട്ടികൾ ഉണ്ടായിരുന്ന സമയത്ത് ഈ ഗൈനക്കോളജി പ്രശ്നങ്ങളൊക്കെ ഭയങ്കര കുറവായിരുന്നു. ഗൈനക്കോളജിസ്റ്റ് പണി കുറവായിരുന്നു. ഇപ്പൊ നമ്മള് 1-2 കുട്ടികൾ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് കാരണം ഞങ്ങൾക്ക് പണി കൂടില്ല. അപ്പൊ എന്ന് വെച്ചിട്ട് കണ്ടമാനം കുട്ടികൾ ഉണ്ടാവുന്ന അങ്ങനെയല്ല കേട്ടോ. അപ്പൊ നമ്മുടെ സോഷ്യൽ കാര്യങ്ങൾ കണ്ട് നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുന്നു. അത് രണ്ടും കൂടി മെഡിക്കൽ ഫാക്ട് ഇതാണ്. അപ്പൊ ആ പ്രഗ്നൻസി വരുന്നത് കറക്റ്റ് സമയത്ത് അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഈ പേഷ്യൻസിന് വരുന്നുണ്ട്. അത് പ്രഗ്നൻസി കറക്റ്റ് സമയത്ത് വരണമെങ്കിൽ നാച്ചുറലി കല്യാണം കറക്റ്റ് സമയത്ത് വരണം.